ഹേ ഗായ്സ്, ഇറ്റ്സ് മീ യുവർ ഫേവറേറ്റ് ക്രൈസി അനൂപ്. സോ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇന്നസെൻറ്റ് കണ്ടത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയാം. ദിസ് ഈസ് ക്രൈസി. ക്രൈസി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും ക്രൈസി ആയിട്ടുള്ളൊരു പടം മലയാളത്തിൽ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ അങ്ങനെ തിയേറ്ററിൽ അധികം പടങ്ങൾ പോയി കാണാറില്ല. അങ്ങനെ തിയേറ്ററിൽ കണ്ടൊരു ആദ്യത്തെ ക്രൈസി മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയുടെ പേര് ഇന്നസെൻ്റ് എന്നല്ലായിരുന്നു ഇടണ്ടേ, ക്രൈസി ഇന്നസെൻ്റ് എന്നാണ് ഇടേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയ്ക്കും ക്രൈസി ആയിട്ടുള്ളൊരു മൂവിയാണ്. അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തമായ സിനിമ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. സോ ഐ വാസ് ജസ്റ്റ് എൻജോയ് ദിസ് മൂവി ബിക്കോസ് ക്രൈസി. അതാണ് നമ്മുടെ ഒരു വീക്ഷണ കോണകത്തിൽ വെച്ച് കഴിഞ്ഞാൽ ക്രൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവണം. ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സാധനങ്ങളൊക്കെ ഈ ഒരു മൂവിയിലുണ്ട്. കാര്യം ബിക്കോസ് ഐ എം എ ക്രൈസി മാൻ. ആക്ച്വലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ മൂവി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയിൽ ഞാൻ കണ്ടൊരു എൻ്റെ കുറച്ച് പോയിന്റ് ഓഫ് വ്യൂസ് ഉണ്ട്. ആ ഒരു വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ളവർക്കും പിന്നെ അങ്ങനെ ഒന്ന് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നവർക്കെല്ലാം വന്നിട്ട് ഒന്ന് മുഖം കാണിച്ചിട്ട് പോകാൻ പറ്റിയൊരു സ്പേസ് കിട്ടിയെന്ന് പറയാം ഈ ഒരു മൂവിയിൽ. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം എല്ലാവർക്കും, ഓരോ ആൾക്കും അങ്ങനെ സെലക്റ്റീവായിട്ട് കുറച്ച് ക്യാരക്ടറുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ ഒരു മൂവിയുടെ. ഞാൻ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച് സിനിമയിൽ എത്തണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരെ ഈ ഒരു മൂവിയിൽ കാണാൻ സാധിച്ചു. ആദ്യം തന്നെ ഇതിൻ്റെ ഡയറക്ടർക്ക് സതീഷ് തൻവിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ബിക്കോസ് അത്രയും പേരെ ഈ ഒരു പടത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പുള്ളി. ആക്ച്വലി ഈ ഒരു മൂവി കൊല്ലം ബേസ്ഡ് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. അത് പലയിടത്തും പലർക്കും പല കാര്യങ്ങളും ദഹിക്കത്തില്ല. അതുപോലെയാണ് ഈ ഒരു പടത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത്. നോർമൽ എന്തും തുറന്ന് പറയാം, എന്ത് വാക്കുകളും യൂസ് ചെയ്യാം, എന്തും നമുക്ക് ഓപ്പണായിട്ട് പറയാം. അങ്ങനെ ഒരു വാക്കുകൾക്കൊന്നും ഒരു ലിമിറ്റേഷൻസ് ഇല്ലാതെ ഒന്നും പിടിച്ചു കെട്ടി വെക്കാതെ എല്ലാം ഫ്രീ ആയിട്ട് അങ്ങോട്ട് തുറന്നു വിടുക എന്നുള്ളൊരു മൈൻഡിൽ എടുത്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഡയലോഗുകൾ എഴുതിയിട്ടുള്ളതാണെങ്കിലും അതേപോലെ ഓപ്പൺ അപ്പ് ആയിട്ടുള്ളൊരു മൂവിയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ ദാറ്റ് ഈസ് ഗുഡ്. അതൊരു നല്ല ചിന്തയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതങ്ങനെയാണ്. നമുക്ക് സമൂഹത്തിൽ നമ്മൾ പച്ചയ്ക്ക് നിന്ന് പറയാൻ പഠിക്കുന്ന പല വേർഡുകളും ഈ ഒരു മൂവിയിൽ നല്ല നിസ്സാരമായിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഈ മൂവി വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ സോഷ്യൽ മീഡിയ അങ്ങോട്ട് എന്താണെന്നുള്ളത് അങ്ങോട്ട് കത്തിച്ച് അങ്ങോട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു മൂവിയിൽ. മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊറ്റംകുളങ്ങര അമ്പലവും അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ അതിലെന്തെങ്കിലും കണക്ഷൻ കൊണ്ടുവരാൻ, ഒരു വൈബ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്തേക്കുന്നത്. സിനിമയുടെ ഇന്നസെൻ്റ് മൂവിയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ ആ അമ്പലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഷൂട്ടിങ് ഞാൻ അവിടെ ലൈവിൽ കണ്ടതാണ്. ഈ ഷോട്ടുകൾ എടുക്കുന്നതും ഇവരുടെ ക്രൂവും ഫുള്ള് അവിടെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു കുറ്റംകുളങ്ങര അമ്പലത്തിൽ ആ ഉത്സവം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇതിൻ്റെ ഷൂട്ടിങ്ങും അവിടെ പാരലായിട്ട് നടക്കുന്നത്. ഒരു സ്റ്റേജിൻ്റെ മണ്ടയിൽ ഇവരെ ടാർപ്പയൊക്കെ ഇട്ട് നല്ല പൊരിഞ്ഞ മഴയത്ത് അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സീൻ, ഇൻട്രോ സീനൊക്കെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഡ്രോണൊക്കെ ഇങ്ങനെ പറക്കുന്നത് ഞാൻ അവിടെ നിന്ന് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. അതുമല്ല, പിന്നെ അവർ കുറേ സീനുകൾ അവിടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. ഞാൻ അവിടെ നിന്ന് കണ്ട ഷോട്ടുകളൊന്നും ഈ മൂവിയിൽ എവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു ഡയറക്റ്റ് ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഈ ഒരു മൂവിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എക്സ്പീരിയൻസ്. കഴിഞ്ഞ വർഷം കൊറ്റംകുളങ്ങര അമ്പലത്തിലെ ആ ഒരു ഉത്സവത്തിനാണ് ഇവർ ആ ഒരു വിളക്കിനാണ് അവർ ഈ മൂവിയുടെ ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1 വർഷത്തോളം എടുത്തു എന്നുള്ളതാണ്. 1 വർഷമല്ല, ഏകദേശം ഒരു 8 മാസത്തോളം ടൈം എടുത്തിട്ടുണ്ട് അത് തിയേറ്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിവേ, എന്തായാലും പടം കണ്ടു. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് പേർക്കൊക്കെ വളരെ നെഗറ്റീവായിട്ട് തോന്നാം. പക്ഷേങ്കിലും മൂവി ഒരു സിനിമയായിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പാഷൻ. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ക്രൈസി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇറ്റ് വാസ് എ ക്രൈസി മൂവി. അതാണ്. എല്ലാവർക്കും അങ്ങോട്ട് പെട്ടെന്ന് ദഹിക്കണമെന്നൊന്നുമില്ല. ഇതെന്ത് സ്റ്റോറിയാ, ഇങ്ങനെയാണോ എന്നൊക്കെ തോന്നും. പക്ഷേങ്കിൽ നോർമലി ചിന്തിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുള്ളവർ അൽത്താഫ് സലീം, അനാർക്കലി മരക്കാറ്, ജോമൻ, ഇവർ 3 പേരും അത്യാവശ്യം നല്ലതായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുപോലാണ് ഈ 3 പേരാണ് ഈ സിനിമ മുഴുവനും ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം
അവർ അത്രമാത്രം അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അൽത്താഫ് ഒക്കെ ആണെങ്കിൽ റിയാലിറ്റിയാണ്. അൽത്താഫ് എങ്ങനെയാണോ ആ ഒരു സംഭവമാണെന്ന് തോന്നുന്നു പുള്ളി ആ ഈ ഒരു മൂവിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. കാരണം അത്രയും ഫ്രീ ആയിട്ടാണ് പുള്ളി ഈ ഒരു സിനിമയിൽ ആക്ട് ചെയ്തിട്ടുള്ളത്. എവിടെയും അത്ര സ്ട്രെസ് എടുത്തിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയം എന്നൊന്നും എനിക്ക് തോന്നിയില്ല. നോർമലി വളരെ ഫ്രീഡമായിട്ട് കുറച്ച് ക്രഞ്ചായിട്ടൊക്കെ അഭിനയിച്ച് വെച്ചേക്കുന്ന ഒരു ഇതിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അൽത്താഫ് ഈ ഒരു സിനിമയിൽ അഴിഞ്ഞാടുകയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെയാണ് അത്രയും ഫ്രീഡം എടുത്തിട്ടാണ് പുള്ളി ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ജോമോൻ ജ്യോതിർ എല്ലാ മൂവിയിലും ഇങ്ങനെ ചില മണ്ടത്തരങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ക്രൈസി ബോയ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പം ഈ മൂവിയിലും അതുപോലൊക്കെ തന്നെയാണ് ജോമോൻ ജ്യോതിറിന്റെ ഒരു ക്യാരക്ടർ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ വെറൈറ്റി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം. എക്സ്ട്രീം ലെവല്, പീക്ക് ലെവല് പ്രാന്തത്വം, ക്രൈസി എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ നമുക്ക് ഈ ഒരു പടത്തിൽ കാണാൻ സാധിക്കും. പിന്നെ ഇതിനകത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിട്ട് ചെയ്തത് അനാർക്കലി. ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ലുക്കുണ്ട്, നാടൻ ലുക്ക്, ഒരു ഫുഡ് ഇൻസ്പെക്ടറിൻ്റെ. അപ്പം ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള അനാർക്കലി വെറൈറ്റിയാണ്. അനാർക്കലി വളരെ കൂളായിട്ട്, ഒന്ന് കാം ആൻഡ് ക്വയറ്റായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു മൂവിയിൽ ചെയ്തിരിക്കുന്നത്. വളരെ സിൻസിയറായിട്ട് അഭിനയിച്ചതുപോലെ എനിക്ക് തോന്നി. അത്രയ്ക്ക് ആക്ടിങ് അടിപൊളിയായിരുന്നു. ഒരു നാച്ചുറൽ ആക്ടിങ് പൊളിച്ച്. കാരണം നമുക്കെല്ലാവർക്കും ഒരു പ്രണയം തോന്നുന്ന രീതിയിലുള്ളൊരു ഒരു ക്യാരക്ടറായിരുന്നു. ഒരു സെൻറ്റിമെൻ്റൽ അങ്ങനെയുള്ളൊരു ഫീലിങ്സ് ഒക്കെ ക്രിയേറ്റ് ആവുന്നുള്ളൊരു ക്യാരക്ടർ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ണിക്കണ്ണൻ മംഗൾഡാമ. ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമയിലെങ്കിലും അഭിനയിച്ച് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പുള്ളി. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ക്രീനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ണിക്കണ്ണൻ മംഗൾഡാമിനെ ഞാൻ ഒരു പടത്തിൽ കാണുന്നത്, അത് തിയേറ്ററിൽ കാണുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട്. പുള്ളിക്ക് അധികം ഡയലോഗോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേങ്കിൽ ഒരൊറ്റ ഡയലോഗുണ്ട്. അത് പുള്ളിയുടെ ആ ഒരു സ്റ്റൈലിലുള്ളൊരു ഡയലോഗ് സംഭവം എന്നാലും പൊളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ലാസ്റ്റിൽ കിളിപ്പോളിൻ്റെ എൻട്രി ഉണ്ട് ഈ ഒരു പടത്തിൽ. കിളിപ്പോളും ഒരു ഇന്റർനാഷണൽ താരത്തിനെ കൊണ്ടുവന്ന് ഒരു മൂവിയിൽ, മലയാളം മൂവിയിൽ അഭിനയിപ്പിക്കുക, അത്ര പോപ്പുലറായിട്ട് ഇത്ര ഫാൻ ബേസ് ഉള്ള ഒരാൾ കൊണ്ടുവരിക എന്ന് പറയുമ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ പറയുന്നത്, ഒരു സ്പേസ് കൊടുക്കുവാണ്. അത്രയും ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ സുജിത് ഭക്തനുണ്ട് പിന്നെ ഈ ഒരു മന്ത്രിയായിട്ട് വരുന്നതിൽ. അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ എല്ലാം വെച്ചിട്ട് ഒരു അടിപൊളി ഒരു സംഭവമാണ്. പിന്നെ ഇതിനകത്തിൽ വന്നിട്ടുള്ള എല്ലാം റിയൽ ആയിട്ടുള്ളൊരു സംഭവങ്ങളാണ്. മീൻസ് ഒരു റിയാലിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ്. കാരണം എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു പടത്തിലുണ്ട്, പേഴ്സണലി അറിയാവുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക് ബിഗ് ഫ്രെയിമിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ആക്ച്വലി ഞാൻ ഈ ഒരു മൂവിയും കൂടെ കാണുന്നത്. കുറേ പുതിയ താരങ്ങളെ കണ്ടു. ഈ സിനിമ അഭിനയമോഹമായിട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ഒരു മൂവിയിൽ കാണാൻ സാധിച്ചു. സോ അപ്പം ഈ ഒരു മൂവിയുടെ വിശേഷം ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കുറേ ക്രഞ്ച് ഡയലോഗുകളും കുറേ ക്രഞ്ച് സാധനങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ രസമാണ്. നിങ്ങൾ പോയി എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഒരു രസമാണ്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്കും. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ അടുത്തൊരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇതൊരു ക്രേസി മൂവി ആയിരുന്നു. അപ്പം ക്രേസിക്ക് എപ്പോഴും ക്രേസി മൂവ്സിനോടാണ് കൂടുതൽ താല്പര്യമുള്ളത്. ടാറ്റാ.